ഹായ് ഓൾ. ഇതെൻ്റെ ഡേ ഇൻ ലൈഫിൽ കുറച്ച് കാര്യങ്ങളാണ്. ഞാൻ ഷോപ്പിലോട്ട് കസ്റ്റമറിന് വേണ്ടിയിട്ട് പർച്ചേസിന് വേണ്ടിയിട്ട് ഷീമാട്ടി വന്നേക്കാണ്. അപ്പോൾ ഔട്ട്ഫിറ്റ് ഫ്രം സ്കാച്ച് എന്നുള്ള രീതിയിൽ എന്താ പറയുക, ധാവണി സെറ്റാണ്. അപ്പോൾ ഇതാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഗ്രീനാണ് ഫൈനലൈസ് ചെയ്തത്. അപ്പോൾ ഗ്രീൻ കട്ട് ചെയ്യാൻ വേണ്ടി കൊടുത്തു. കുറേ കളേഴ്സ് ഉണ്ട് കേട്ടോ, റെഡ്, പർപ്പിള്, ബ്ലൂ ഒക്കെ ഉണ്ട്. അങ്ങനെ ഗ്രീൻ എടുത്തു. സ്കേർട്ട് ആൻഡ് ടോപ്പും ധാവണി സെറ്റുമാണ്. മമ്മി ഡോട്ടർ കോംബോയ്ക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി അവിടെ ബില്ലൊക്കെ ഇട്ട് കുറച്ച് പർച്ചേസിങ് ബാക്കിയുണ്ടായി. അതിനുശേഷം ഡെൻ്റൽ ക്ലിനിക്കിൽ പോയി. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ ഇത് എൻ്റെ ഫ്രണ്ട് കിരണാണ്. കിരൺ ഫ്രെയിമിൽ വന്ന് കയറി നിൽക്കുകയാണ് ഞാനിത് എടുക്കണ നേരം. അപ്പോൾ ഞങ്ങളൊന്ന് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഈ ഷോപ്പിലോട്ട് പോയി. ഇത് നമ്മൾ എം ജി റോഡിൽ നിന്ന് വരുമ്പോൾ കട്ട് ചെയ്ത് കയറുന്നൊരു സ്ഥലമാണ്. ഇതാണ് ഷോപ്പ്. അപ്പോൾ ഞങ്ങൾ ടൂ വീലറിനായിരുന്നു. ടൂ വീലർ അവിടെ പാർക്ക് ചെയ്തിട്ട് ചായ കുടിക്കാൻ വേണ്ടി കയറിയൊക്കെയാണ്. ഇത് മുട്ട ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്, പച്ചയല്ല. കൊള്ളാം, കുഴപ്പമില്ല. ഇവിടുത്തെ ചായ നല്ലതാണെന്ന് അവൻ പറഞ്ഞ സ്ഥിതിക്ക് ചായ കുടിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഞങ്ങൾ മുട്ട കഴിച്ച് കഴിഞ്ഞു. അവന് പാൽ ചായ വന്നു. അവന് ചായ ഭയങ്കര ടേസ്റ്റാണെന്ന് പറയുമ്പോൾ എനിക്ക് പാൽ ചായ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ബ്ലാക്ക് ടീ പറഞ്ഞു. മിൻറ്റിട്ട ബ്ലാക്ക് ടീ ആണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ചായ നല്ലതാണെന്ന് അവൻ പറയുന്നുണ്ട്. വൺ ഓഫ് ദ ബെസ്റ്റ് ടീ സ്പോട്ടാണെന്നാണ് അവൻ പറഞ്ഞത്. പിന്നെ അവിടെ കുറേ സ്നാക്സൊക്കെ ഉണ്ടായിരുന്നു. എന്താ പറയുക, സമൂസ, അങ്ങനെ കുറേ കട്ട്ലേറ്റ്, പിന്നെ കുറേ വെറൈറ്റി കായ്പോള, അങ്ങനത്തെ കുറേ കോഴിക്കോടൻ സ്നാക്സ് ഇല്ല, അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ എന്ത് ചെയ്തു, അടുത്തുള്ളൊരു ക്രാഫ്റ്റ് ഷോപ്പിലോട്ട്, ഇതാണ് എം ജി റോഡിലോട്ട് പോകുന്ന ആ ഒരു ക്രാഫ്റ്റ് ഷോപ്പ് ഉണ്ടല്ലോ, അവിടെ കയറി. ഇതാണ് ആ ഷോപ്പ്. അപ്പോൾ അവനോട് കുറേ ക്രാഫ്റ്റിൻ്റെ കളക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് എല്ലാം കാണുമ്പോൾ നമുക്ക് എടുക്കാൻ തോന്നും. ഞാൻ വിചാരിച്ചിരുന്നു വീട് സ്വന്തമായിട്ട് പണിയുമ്പോൾ അവിടെ വെക്കാൻ വേണ്ടിയിട്ട് സാധനങ്ങൾ വാങ്ങണമെന്ന്. അതിന് കുറേ കളക്ഷൻ ഉണ്ട്. ഈ ചെസ്സ് ബോർഡ്, ഈ ചെസ്സ് ബോർഡ് ഞാൻ മുംബൈയിൽ നിന്ന് വാങ്ങിച്ചിരുന്നു കേട്ടോ. മുംബൈയിൽ അതിന് റേറ്റ് കുറവാണ്. നമുക്ക് വില പേശി വാങ്ങിക്കാം. ഇവിടെ കമ്പാരിറ്റീവ്ലി റേറ്റ് കൂടുതലാണ്. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പിന്നെ കുറേ എന്താ പറയുക, കുറേ ക്രാഫ്റ്റ് ഐറ്റംസ് ഉണ്ട്, ബാഗ്സ്. പിന്നെ അങ്ങനെ ഇതാണ് ആ ഷോപ്പിൻ്റെ ഉള്ളെന്ന് പറയുന്നത്. നന്നായി എന്താ പറയുക, ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട് കേട്ടോ ആ ഷോപ്പും. അപ്പോൾ അവന് ചെസ്സും പിന്നെ കുറച്ച് ഡബ്ബൊക്കെ വാങ്ങാനാണ്. എനിക്ക് ഈ സ്റ്റൂളില്ലേ, ഈ ഒരു ബ്ലൂ കളറിലെ സ്റ്റൂൾ കാണില്ലേ, അത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ വാങ്ങിച്ചിട്ട് വീട്ടിൽ ആവശ്യമില്ലാത്തത് കൊണ്ട് പിന്നെ വാങ്ങേണ്ട കാര്യമില്ല. പിന്നെ ഇവിടെ റേറ്റും എനിക്ക് തോന്നുന്നു 2000 എങ്ങാണ്ട് റേറ്റ് തന്നെ തോന്നുന്നു. പിന്നെ ഞങ്ങൾ അവിടെ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോഴേക്കും ഏകദേശം ഒരു രാത്രിയൊക്കെ ആയി. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്ത്, കാറ് ഉടുപ്പി ആര്യഭവനിലെ എം ജി റോഡിൻ്റെ അവിടെ പാർക്ക് ചെയ്തിട്ട് ഭീമ സിൽവറിൽ കയറി. ഇതാണ് ഭീമ സിൽവർ. ഇവിടെ വീഡിയോ എടുത്തിട്ടൊരു ക്ലാരിറ്റി ഇല്ല, ഇങ്ങനെ എന്തോ ആ ലൈറ്റിൻ്റെ ഇതിലുണ്ട്. അപ്പം ഞങ്ങൾ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി സെറ്റ് നോക്കാനാണ്. അപ്പോൾ അതെടുത്ത് മാറ്റി വെച്ചു. പിന്നെ ഞാൻ ട്രയൽ ചെയ്ത് നോക്കി. എനിക്ക് ഈ മാല ഭയങ്കര ഇഷ്ടമായിട്ടോ. സിൽവറിൽ റോസ് ഗോൾഡ് വരുന്നതാണ്. ഞാൻ അവനോട് അഭിപ്രായം ചോദിച്ചിട്ട് അവന് ഞാൻ ഇടണമൊന്നും ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ ഒരു റിങ്, അധികം റേറ്റ് ഒന്നുമില്ല, റിങ് 300 രൂപക്കുള്ളൂ, പ്യുവർ സിൽവറും ആണല്ലോ. അപ്പോൾ ഇത് അവരെ ഗിഫ്റ്റ് റാപ്പായിട്ട് പൊതിഞ്ഞ് വെച്ചു. കല്യാണത്തിന് കൊടുക്കാനുള്ള ഗിഫ്റ്റാണ്. പിന്നെ ഞാനൊരു മോതിരം വാങ്ങിച്ചു. നല്ല തിരക്കുണ്ട്, കണ്ടാലറിയാം അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇവിടെ സിൽവറിൻ്റെ. ഗോൾഡിന് വില കൂടിയോണ്ടായിരിക്കും. അപ്പോൾ ഭീമ സിൽവറിലാണ് പോയത്. ഭീമ ജ്വല്ലറിയുടെ തൊട്ടടുത്തായിട്ടാണ്. പിന്നെ അവിടെ നിന്ന് നേരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഉടുപ്പി ഹോട്ടലിലോട്ട് പോയി. ഓപ്പോസിറ്റ് തന്നെയാണ് നമ്മുടെ ശ്രീകൃഷ്ണ സ്വീറ്റ്സ് ഇല്ലേ, സ്വീറ്റ്സിൻ്റെ തൊട്ടടുത്തായിട്ടാണ്. അങ്ങനെ അവിടെ കയറി. ഇത് കറക്റ്റ്ലി 7 മണി 7:30 ആകുമ്പോഴാണ് ഇത് ഓപ്പൺ ആവുന്നത്. ആ ടൈമിലാണ് ഭക്ഷണം കഴിക്കാൻ പോയത്. എനിക്ക് എന്താ പറയുക, ബട്ടൂരൻ ചന്ന മസാല ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ പല്ല് നോക്കി ഞാൻ താഴത്ത് റബ്ബർ ബാൻഡ് ഇട്ട്. ഇനി അടുത്ത സെഷനിൽ എനിക്ക് സ്ക്രൂ ഇട്ട് തരുവരും. അങ്ങനെയാണ്. അപ്പം അങ്ങനെ ഞാൻ ബട്ടൂരൻ ചന്ന മസാലയും അവൻ പൂരിയും മസാലയും ഓർഡർ ചെയ്തു. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെ കഴിച്ചതുകൊണ്ട് ഇവിടെ തന്നെ ഈ സമയം ലേറ്റാക്കി ഞങ്ങൾ ഇവിടെ കയറാൻ നിന്നത്. പക്ഷേ ഈ പ്രാവശ്യം ചന്ന മസാല അവർ കളർ പൊടി കുറച്ച് കൂടുതൽ കയ്യിൽ മൊത്തമായി. എനിക്ക് റബ്ബർ ബാൻഡ് ഇട്ടാനോട് ചവയ്ക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. ഞാനപ്പോൾ അവനോട് പറയുകയാണ്, ചവയ്ക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. അതുകൂടെ കറിയുടെ ഒരു ടേസ്റ്റ് കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു ടേസ്റ്റ് അല്ലായിരുന്നു, ചേഞ്ച് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അവനൊരു ജ്യൂസ് വാങ്ങിച്ചു, ഗ്രേപ്പ് ജ്യൂസ്. പിന്നെ ഞാനൊരു ബൂസ്റ്റ് വാങ്ങിച്ചു. അപ്പോൾ എൻ്റെ ഫുഡ് അടി കഴിഞ്ഞു.